വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കാന്താരി ചമ്മന്തി ആക്കാം. അപ്പോൾ ഈ കാന്താരി ചമ്മന്തി നമ്മുടെ കപ്പയ്ക്കും ചേമ്പെല്ലാം പുഴുങ്ങുമ്പോൾ അതെല്ലാം കൂട്ടി നല്ലൊരു ടേസ്റ്റി ആയുള്ളൊരു വിഭവമാണിത്. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ചമ്മന്തി വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കത് ആക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പും പുളിയും, പിന്നെ കാന്താരി, പിന്നെ വിനാഗിരി, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ ഇതിന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെല്ലാം മിക്സിയിലിട്ട് അടിക്കണം. വേണ്ടി മിക്സി വെച്ച് അതിലിട്ട് നമ്മൾ കാന്താരി ഇട്ടു, പിന്നെ ഉള്ളി ഇട്ടു, പിന്നെ പുളി ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, വിനാഗിരി ആവശ്യത്തിന് ഒഴിക്കാം, പിന്നെ വെളിച്ചെണ്ണ. ഒന്നും ചേർക്കുന്നില്ല, വെളിച്ചെണ്ണ എല്ലാം പിന്നെ വിനാഗിരി എല്ലാം ഒഴിച്ചത് കൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ എരിവൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതിന് അരച്ചെടുക്കാം. നമ്മുടെ കാന്താരി ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും എല്ലാം ചേർന്ന് എന്തായാലും നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. 2 മിനിറ്റും കൊണ്ട് നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ആയിരുന്നാലും എല്ലാവർക്കും നല്ലൊരു മരുന്നാണിത്. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.